കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് FM 104.8 ആണ്. RJ ഹീരയാണ്. ഇന്ന് മോർണിംഗ് ഷോയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, ഇന്ന് എൻ്റെ കൂടെ രണ്ടാൾക്കാരുണ്ട്. ആരാണ്? അമ്ന. ഹായ്, ഹലോ, ഞാൻ അമ്നയാണ്. ഞാൻ പ്രൗഡൻസിനാണ് വരുന്നത്. ഓക്കെ, എത്രാം ക്ലാസ്സിലാ? 9th പഠിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ആള്. ഹായ്, ഹലോ, ഞാൻ വൈഭവലക്ഷ്മിയാണ്. ഞാൻ 8th പഠിക്കുന്നു, പ്രൊവിഡൻസിലാണ്. ഓക്കെ, അപ്പൊ പ്രൊവിഡൻസ് സ്കൂളിലെ രണ്ട് മിടുക്കികളാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ആണോ? യെസ്. മിടുക്കികളാണോ? യെസ്. ഓക്കെ, ശരി. അപ്പൊ ചിൽഡ്രൻസ് ഡേ ഒക്കെ വരാണ്. എന്തൊക്കെയാണ് പരിപാടികൾ സ്കൂളിലെ? സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണോ? അതെ. ഓക്കെ, ശരി. അപ്പൊ ഇന്ന് വേറൊരു കാര്യം എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നേക്കണേ അല്ലേ? അപ്പൊ എന്താണ് ഹരിത ഭവനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, എന്താണ്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം എനിക്ക് അമ്ന പറഞ്ഞുതരും, എന്താണ് ഹരിത ഭവനം എന്നാണ്? ഹരിത ഭവനം എന്ന് വെച്ചാൽ മാലിന്യ വിമുക്ത കേരളത്തിന്റെയും ശുചിത്വത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും ഊർജ്ജ സംരക്ഷണത്തിന്റെയും ജലസംരക്ഷണത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ വീടുകളിൽ അത് ഹരിത ഭവനങ്ങളായിട്ട്, നമ്മൾ ടീച്ചർമാരുടെ വീടുകളില്, നമ്മളെ വീടുകളിലൊക്കെ ഹരിത ഭവനങ്ങളായിട്ടാണ്. നമ്മുടെ സ്കൂളില് ഹരിത സ്കൂളായിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഹരിത ഭവനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിനെ ഹരിത ഭവനം എന്ന് വിളിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? അയ്യോ സോറി, വൈഭവലക്ഷ്മി പറയൂ. അത് ഞങ്ങളുടെ വീട്ടുകളിൽ 3 തരത്തിൽ പെട്ടികൾ വെക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ പെട്ടിയിൽ ഞങ്ങൾ പ്ലാസ്റ്റിക് ആണ് നിക്ഷേപിക്കുന്നത്. രണ്ടാമത്തേതിൽ ബാഗ്, തെർമോക്കോൾ, റെക്സിൻ അങ്ങനെയുള്ള സംഭവങ്ങളും, പിന്നെ മൂന്നാമത്തേതിൽ ചില്ല്, ഗ്ലാസ് അങ്ങനെയുള്ളതൊക്കെ കഴുകി ഉണക്കിയിട്ടാണ് അതിൽ നിക്ഷേപിക്കുന്നത്. അത് മാസത്തിൽ ഒരിക്കൽ ഹരിതകർമ്മസേന വന്നിട്ട് അത് കളക്ട് ചെയ്യും. എന്നിട്ട് ഞങ്ങൾക്കൊരു റെസീറ്റ് തരും. ഓക്കെ, അത് 3 മാസത്തിൽ ഒരിക്കൽ ഞങ്ങൾ അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ അപ്ലോഡ് ചെയ്യണം. അപ്പം ആദ്യം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെയും പിന്നെ പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ പ്രസിഡന്റും ഒപ്പുവെച്ച ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആദ്യം സിൽവർ സർട്ടിഫിക്കറ്റാണ് കിട്ടുക. അടുത്ത 3 മാസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഗോൾഡൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ സ്കൂളിലും വീട്ടിലും ഒക്കെ ആയിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ ആരാ പറഞ്ഞേ? നമ്മുടെ ടീച്ചേഴ്സും പിന്നെ നമ്മുടെ വീടിന്റെ അവിടെ റെസിഡൻസും ഉണ്ടാവല്ലോ, അവരുടെ സഹായത്തോടെയാണ് ഈ വേസ്റ്റിന്റെ അതൊക്കെ കളക്ട് ചെയ്യാൻ വരിക. നമ്മുടെ സ്കൂളിൽ അതിനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്കൂൾ ഇപ്പോൾ അറിയപ്പെടുന്നത് ഗ്രീൻ ക്യാമ്പസ് എന്നുള്ളതിലാണ് നമ്മളെ പ്രൗഡൻസ് പോകുന്നത്. ഓ, ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ ഗ്രീൻ ക്യാമ്പസിന്റെ ആൾക്കാരാണ്, വോളണ്ടിയേഴ്സ് ആണ്. അപ്പൊ ശരിക്കും ശരി, ഈ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് സ്കൂളിൽ ഇങ്ങനെ പറഞ്ഞപ്പോ എന്തായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ റെസ്പോൺസ്? എന്തായിരുന്നു ശരിക്കും ഇതൊരു നല്ല കാര്യമാണ്. ഇപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ ആദ്യമൊക്കെ കുറെ കുട്ടികൾ കഴിച്ച വേസ്റ്റും അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് പറഞ്ഞപ്പം എല്ലാരും അതിന് സപ്പോർട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ 2 ബാസ്ക്കറ്റുകൾ വെച്ചിട്ടുണ്ട്. ഒന്നില് പ്ലാസ്റ്റിക്, വേറൊന്നില് ഫുഡ് വേസ്റ്റ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു പരിപാടി. അപ്പോൾ പൊതുവെ നിങ്ങളുടെ സ്കൂളിലെ മറ്റുള്ള കുട്ടികളൊക്കെ എങ്ങനെയാണ് ഇതിനോട് ഫുള്ളി കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണോ? ഭയങ്കര സപ്പോർട്ടീവാണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ സ്കൂളും സിസ്റ്ററും എല്ലാവരും തന്നെ, ടീച്ചേഴ്സും. നമുക്ക് ഓരോരോ വേസ്റ്റിന്, ഓരോരോ ടൈപ്പ് വേസ്റ്റിന് ഓരോരോ ബാസ്ക്കറ്റ് ഉണ്ട്. പ്ലാസ്റ്റിക്കിന് ഒരു സെക്ഷൻ, വേറെ ഫുഡ് വേസ്റ്റിന് ഒരു സെക്ഷൻ, അങ്ങനെ ഓരോന്നായിട്ട് നമ്മളെ സ്കൂളും. അപ്പൊ എല്ലാവരും അതിനോട് സഹകരിച്ചൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഹരിത ഭവനം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതായത് വീട്ടിൽ നിങ്ങൾ ഇതുപോലെ സെഗ്രിഗേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ വീട്ടുകാരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഞങ്ങളും ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോ തന്നെ അമ്മയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പൊ വീട്ടില് ഒരു മുട്ടായിന്റെ കവർ പോലും ഇടാൻ സമ്മതിക്കൂല, എല്ലാം അതിലാണ് ഇടുന്നത്. ഓക്കെ, എല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇടണമെന്ന് വാശി പിടിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ശരി, ഓക്കെ. അപ്പോൾ തുടക്കത്തിലൊക്കെ കുട്ടികൾക്കൊക്കെ ഒരു മടി ഉണ്ടാവുമല്ലോ, ഇന്ന സാധനം നമ്മൾ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മളോടൊരു സാധനം ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അപ്പോൾ വേസ്റ്റുകൾ ഇങ്ങനെ കൃത്യമായിട്ട് ഇടണം എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ ആരെങ്കിലും ഒരാളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയ ആർക്കാരെങ്കിലും ഉണ്ടോ? അത് സ്കൂളിൽ നമുക്ക് NCC ഉണ്ട്, SPC ഉണ്ട്. സ്കൂളിൽ ഡ്യൂട്ടി തന്നിട്ടുണ്ടായിരുന്നു, ഉച്ചക്ക് ആരെങ്കിലും താഴെ എന്തെങ്കിലും ഇട്ടാല് പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് മാറ്റണമെന്ന്. ആദ്യമൊക്കെ എല്ലാവർക്കും ഇങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ട് എല്ലാവരും ഇതാവല്ലോ. ഇപ്പൊ അങ്ങനെ പ്ലാസ്റ്റിക് ഒന്നും കാണില്ല. ശരി, അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻസ്പിറേഷൻ ആവുന്നതാണ് നിങ്ങളുടെ സ്കൂളിൽ അപ്പൊ നിങ്ങൾ കാണുന്നത്. ശരി, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ശരിക്കും ചിൽഡ്രൻസ് ഡേ വരികയാണ്, ചിൽഡ്രൻസിന് നിങ്ങൾക്ക് എന്തൊക്കെയാ നമ്മുടെ സൊസൈറ്റിയിൽ മാറ്റണം എന്ന് തോന്നുന്ന ഒരു വലിയൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ പറയാം? നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു കാര്യം, ഈ ഒരു സ്വഭാവം നമ്മുടെ സൊസൈറ്റിയുടെ എനിക്ക് ഇഷ്ടമല്ല, അത് മാറ്റണം, ഞങ്ങളുടെ കുട്ടികൾ അത് ചെയ്യില്ല, പക്ഷെ വലിയ ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്നുള്ളതെന്ന് വെച്ചാൽ ഏതായിരിക്കും അത്? അത് ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് ഞങ്ങളിപ്പോൾ എവിടെ പോയാലും അവിടെയൊക്കെ ഫുള്ള് മാലിന്യമായിരിക്കും. അപ്പൊ അത് കുട്ടികളിലൂടെ ഈ പദ്ധതി നടപ്പാക്കുക ചെയ്യുന്നത്. അപ്പൊ ആദ്യം കുട്ടികൾ ഇങ്ങനെ ചെയ്തിട്ട് അത് പിന്നെ മുതിർന്നവരിലേക്ക് എത്തും. അങ്ങനെ ഒരു മാലിന്യ വിമുക്ത നവകേരളത്തിനായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, സൂപ്പർ. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? നമ്മള് റോട്ടിലൊക്കെ പോകുമ്പോ സൈഡില് നമ്മളെ മുന്നിൽ തന്നെ ഒരു കാർന്ന് എടുത്ത് വേസ്റ്റ് വലിച്ചെറിയും.
അതൊക്കെ ഭയങ്കര മോശമായിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ ചെറിയ കുട്ടികൾ തന്നെ ചെയ്യുന്ന കണ്ട വലിയവരും അത് പഠിച്ച് ചെയ്യും. അതായത് വലിയ ആൾക്കാർ ചെയ്യുന്ന കാണുമ്പോൾ ചെറിയ ആൾക്കാർക്ക് അത് കോപ്പി ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ആ ടെൻഡൻസിയാണ് മാറ്റണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആണോ? യെസ്. അപ്പോൾ മാലിന്യമുക്തമായിട്ടുള്ള കേരളമാണ് നിങ്ങളുടെ രണ്ടുപേരുടെ സ്വപ്നം. ഓക്കെ, സൂപ്പർ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിൻ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും, പാരൻസ് ഉണ്ടായിരിക്കും, അവരോടൊക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഈ ഹരിതഭവനം മാത്രമല്ല, ഇതിപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ മാത്രമാണ് ഇപ്പം ഇങ്ങനെ ഒരു പരിപാടി ഉള്ളത്? അല്ല, എങ്ങനെയൊക്കെയാ? ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇപ്പം 1500ഓളം വിദ്യാർത്ഥികളുടെ വീടുകൾ ഇങ്ങനെ ഹരിത ഭവനങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ബാക്കി ഇല്ലാത്ത ബാക്കി സ്കൂളുകൾ ഉണ്ടാവുമല്ലോ, ബാക്കി വീടുകളുണ്ടാവും, അവർക്ക് നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും കൊടുക്കുക? അവരുടെ സ്കൂളിൽ ഇതുപോലെ തന്നെ ചെയ്യണം, ഒരു ഗ്രീൻ ക്യാമ്പസ് പോലെ തുടരണം. അവരുടെ സ്കൂൾ അതോറിറ്റീസ് ഇത് കേട്ടിട്ട് അവർക്ക് നമ്മളെ സ്കൂൾ ഇതാക്കണം എന്ന്. അപ്പൊ വേറെ സ്കൂളിനെ പോലെ നമ്മളിതായിട്ട് അപ്പോൾ കേരളം മൊത്തം നല്ല. ശരി. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് എന്താ, പാരന്റ്സ് കേൾക്കുന്നുണ്ട്, പാരന്റ്സിനോട് നമുക്ക് എന്താ പറയാൻ പറ്റുക? വീട്ടിൽ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ ഇങ്ങനെ 3 ബാസ്ക്കറ്റ് വെക്കുക, അതിലേക്ക് മാലിന്യങ്ങൾ ഇടുക, കുട്ടികളെ ഇത് ശീലിപ്പിക്കണം. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് ഈ കേരളത്തിന് ഞങ്ങളുടെ ചുറ്റുപാടിനെ തന്നെ ഞങ്ങൾക്ക് വൃത്തിയിൽ കൊണ്ടു നടക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ വൃത്തിയുള്ളൊരു കേരളമാണ് നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പൊ ഈ ചിൽഡ്രൻസ് ഡേയിൽ പ്രൊവിഡൻസ് സ്കൂളിൽ നിന്ന് വന്ന അമ്നയ്ക്കും വൈഭവലക്ഷ്മിക്കും പറയാനുള്ളത്, വൃത്തിയുള്ള ആൾക്കാരായിട്ടിരിക്കുക. നമ്മളും നമ്മുടെ വീടും നമ്മുടെ സ്കൂളും നമ്മുടെ പൊതുസ്ഥലങ്ങളും എന്ത് ചെയ്യണം? വൃത്തിയായിട്ട് വെക്കണം. ഓക്കെ. അപ്പോൾ ഇതാണ് ചിൽഡ്രൻസ് ഡേക്ക് ഇവർ പറയാനുള്ള കാര്യം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്, രണ്ടുപേരും ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ശരി. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടോ? ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ? യെസ്. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ അവരുടെ ഹരിത ഭവനത്തിനെ പറ്റിയും ഹരിത സ്കൂളുകളെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇനി നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരോടൊക്കെ അമ്നയ്ക്കും വൈഭവലക്ഷ്മിക്കും എന്താ പറയാനുള്ളത്? ഞാനൊരു കോട്ട് പറയാം. ബി എ പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ, നോട്ട് പാർട്ട് ഓഫ് ദ പൊല്യൂഷൻ. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ 3 ബാസ്ക്കറ്റ് ആയിട്ട് വെച്ച് ഓരോരോ കാറ്റഗറിയിലായിട്ട് വേസ്റ്റ് ഇടുക, അതൊരു സൊല്യൂഷൻ ആണ് നമ്മളുടെ ഈ പ്ലാസ്റ്റിക് പോക്കുന്നതിനുള്ളത്. അപ്പൊ നമ്മൾ അത് തുടരാം. ഓക്കെ. അപ്പോൾ സൊല്യൂഷൻ ആണ് നമുക്ക് വേണ്ടത്, പൊല്യൂഷൻ വേണ്ട. ഓക്കെ. ഇനി വൈഭവലക്ഷ്മിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നത് ഡോണ്ട് ബി ഗ്രീഡി, ഇറ്റ്സ് ടൈം ടു ബി ഗ്രീനി. അപ്പം ഞങ്ങളുടെ വിദ്യാലയവും എല്ലാം ഒരു ഗ്രീൻ ക്യാമ്പസ് ആക്കിയിട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പം ഈ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും അതെല്ലാം നമ്മൾ മാറ്റുക, എന്നിട്ട് ചെടികൾ നടുക, അങ്ങനെയുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങും. അതാണ് പാരൻസിനോടും കുട്ടികളോടും സ്കൂളുകാരോടൊക്കെ പറയാനുള്ളത്. അതെ. ഓക്കെ. അപ്പോൾ ഉഷാറല്ലേ കാര്യങ്ങള്? പറയണേ. ഓക്കെ, പറഞ്ഞോ, ഒരു ഇൻട്രൊഡക്ഷൻ. ഹായ്, ഹലോ, ഞാൻ അമ്ന, പ്രൗഡൻസ് എന്നാണ് വരുന്നത്, 9th എന്നാണ് പഠിക്കുന്നത്. ഹായ്, ഹലോ, എൻ്റെ പേര് വൈഭവലക്ഷ്മി, ഞാൻ 8th പഠിക്കുന്നത്, പ്രൗഡൻസ് എന്നാണ് വരുന്നത്. ഓക്കെ. ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് മ്യൂസിക്. ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് മ്യൂസിക്. ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് മ്യൂസിക്. ഒന്നും കൂടെ പറ. ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് മ്യൂസിക്.